ഞാനിത് ബ്ലഡ് ടെസ്റ്റിൻ്റെ സംഭവം കാണിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതാണ് സിറിഞ്ച് വെക്കുന്ന സാധനം. ഇതിനകത്താണ് ബ്ലഡ് സാമ്പിൾ വെക്കുന്ന സ്ട്രിപ്പ്. ഇതിൻ്റെ കുറേ എണ്ണം വേറെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. ഇത് രണ്ടെണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതാണ് സിറിഞ്ച്, ഇതാണ് മീറ്റർ. ഓക്കെ, കാണിക്കാൻ പോവാണ്. ഇതിനകത്ത് പല സെറ്റിംഗ് ഉണ്ട്. ഈ 1 2 3 കാണാമല്ലോ അല്ലേടാ? 1 2 3. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ തിക്നെസ്സാണ്. ബ്ലഡ് സ്കിന്നിൻ്റെ തിക്നെസ് അനുസരിച്ച് ചിലപ്പം ഞെക്കിയിട്ട് ബ്ലഡ് വരുന്നില്ലെങ്കിൽ ഈ തിക്നെസ് കൂട്ടി വെക്കുക. ഓക്കെ, ഇത് തുറക്കുന്നത് ഇതേ പിടിച്ച് തിരിക്കുക. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് സിറിഞ്ച് വെക്കുന്നത്. ഇതാണ് സിറിഞ്ച്. ഇതെടുക്കുക. നോക്കുക, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനമാണ് ഒടിച്ച് കളയേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇവിടെ ഒരു വെട്ടുണ്ട്, അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇങ്ങനെ പതുക്കെ ചുറ്റിച്ചാറിയാൽ അതിൻ്റെ കറക്റ്റ് വെട്ടിൽ കയറും. വെട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ചുമ്മാ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞെക്കി വെക്കുക. അപ്പോൾ അത് ലോക്കാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സാധനം ഇത് വളച്ചൊടിക്കാതെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിനകത്തൊരു സൂചിയുണ്ട്, അത് നേരെ ഇരിക്കാൻ വേണ്ടി. ഒടിച്ചു. അപ്പോൾ ഇത് എന്നിട്ട് വെച്ചിട്ട് ഇത് അടയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഈ ലെവൽ 3 വെച്ചു. 3 ആയിരുന്നു അമ്മയുടെ കറക്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം എന്നിട്ട് ഞെക്കുന്ന ഇതേ പിടിച്ച് ഞെക്കുക. ഇപ്പം ഞെക്കി കഴിഞ്ഞാൽ ഒന്നും വരുന്നില്ല. കാരണം ഇത് തോക്ക് പോലെ ഇത് ലോഡ് ചെയ്യണം. ഇതിന് ഈ പുറയിലത്തെ സാധനം പിടിച്ച് വലിക്കുക. ഒരു ക്ലിക്ക് കേൾക്കും. എന്നിട്ട് വിരലിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞെക്കുക. ഞെക്കി കഴിയുമ്പോൾ ഇത് വിരലിലോട്ട് ചേർത്ത് വെച്ചിട്ട് വേണം ഞെക്കാം. അപ്പം ഇത് മാറ്റി കഴിയുമ്പോൾ ബ്ലഡ് വരും. ഇത് എടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് സിറിഞ്ച് മാറ്റുന്നില്ല, ഇത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് ഇതെപ്പോഴും അടച്ചു വെക്കണം. എന്നിട്ട് ഈ സ്ട്രിപ്പ് എടുത്തിട്ട് ഇത് കാണാം, ഈ ആരോ കാണാമല്ലോ, ഈ ആരോ കാണുന്നത് ആണ് അകത്തോട്ട് പോകേണ്ടത്. ഇവിടെയാണ് ബ്ലഡ് വെക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് കുത്തി വെക്കുക. എന്നിട്ട് മറ്റേ വന്ന ബ്ലഡ് ഇവിടെ തൂക്കുക. ഇവിടെ തൂക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീഡിങ് കാണും. അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു. 5 തൊട്ട് 7 വരെ നോർമലാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഞാൻ അമ്മയ്ക്ക് എന്നിട്ട് പിന്നെ കളയുമ്പോൾ ആ സിറിഞ്ച് കളയാൻ, അതായത് പിള്ളേരൊന്നും പിടിക്കാത്തടത്ത് സൂചി നോക്കിക്കുക, ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അത് മതി. ഓക്കെ.